ചാരുകിശോരനായ മായക്കാർ വർണ്ണൻ. ഭഗവാൻ എന്നതിലുപരി അമ്പാടിയിലെ ഉണ്ണിക്കണ്ണനെ ഏറെ കുസൃതികൾ കാട്ടുന്ന ഒരു മകനായി കാണാനാണ് അമ്മമാർക്കിഷ്ടം. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. പൂന്താനത്തിന്റെ ഈ വരികളുടെ അർത്ഥവും സ്പഷ്ടമാണ്. കുറൂരമ്മയുടെ മനസ്സുമായാണ് പലരും കണ്ണനെ പൂജിക്കുന്നത്. എന്തു വരം വേണമെന്ന് ചോദിച്ച കണ്ണനോട്, എനിക്കാരുമില്ലല്ലോ കൃഷ്ണ, നീയല്ലാതെ, നീ എന്നോടൊപ്പം എപ്പോഴും ഉണ്ടാവണം. എന്നാൽ യശോദയെ ഇട്ടെറിഞ്ഞു പോയതുപോലെ എന്നെ നീ ഉപേക്ഷിക്കുകയുമരുത് എന്നാണ് കുറൂരമ്മ മറുപടി പറഞ്ഞത്. അതെ, ഈ സംസാര ദുഃഖത്തിൽ 10 മാസം ചുമന്ന് പ്രസവിക്കുന്ന മക്കൾ ഉപേക്ഷിക്കുന്ന അമ്മമാർക്കും പിന്നെ മകനായി സ്നേഹിക്കാനുള്ളത് ഈ കണ്ണനാണ്. കുറൂരമ്മയെ പോലെ കള്ളക്കണ്ണനെ തല്ലാനും ശാസിക്കാനും സ്നേഹിക്കാനും വാത്സല്യം പകരാനുമൊക്കെയുള്ള വെമ്പലാണ് ഓരോ അമ്മ മനസ്സിലും. ജീവിതകാലം മുഴുവൻ ഭക്തിയോടെ ഭഗവാനെ തപസ് ചെയ്ത വില്ലുമംഗലം സ്വാമിയാർക്ക് പോലും ഭഗവാനെ ഒരു കുഞ്ഞിനെ പോലെ ലാളിക്കാൻ സാധിച്ചിട്ടില്ല എന്നതും ഭക്തിയിലെ മാതൃവാത്സല്യത്തിന്റെ മഹിമയുടെ തെളിവാണ്. കടഞ്ഞെടുക്കുന്ന വെണ്ണ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് നൽകുമ്പോൾ ആ മുഖങ്ങളിൽ കണ്ണന്റെ കള്ളച്ചിരി കാണുന്നവരാണ് അധികവും. ദേവകീപുത്രനായ കണ്ണൻ ബ്രഹ്മാവിൻ്റെയും ദേവഗണങ്ങളുടെയും പ്രാർത്ഥന സ്വീകരിച്ച് സജ്ജനങ്ങളെ സംരക്ഷിക്കാനായി അവതരിച്ചതാണെന്നാണ് വിശ്വാസം. പലർക്കും പലതായിരുന്നു കൃഷ്ണൻ. കംസനെയും ശിശുപാലനെയും പോലെയുള്ളവർക്ക് കൊലപാതകിയും മായാജാലക്കാരനുമായിരുന്നു കണ്ണൻ. യശോദാനന്ദന്മാർക്ക് ബാലനായ അരുമ മകൻ, ഗോപികാഹൃദയങ്ങൾക്ക് പ്രണയമാനസൻ, ഗോപാലന്മാർക്ക് ഗോവർദ്ധനോദ്ധാരകൻ, ഉദ്ധവരാദിയായവർക്ക് വേദാന്ത ദർശനത്തിന്റെ മറുകര കണ്ടവൻ, മഞ്ഞപ്പട്ടും മയിൽപീലിയും പൊന്നോടക്കുഴലും കൊണ്ട് ഈ പ്രപഞ്ചത്തെ സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ അമൃതധാരയിൽ കുളിപ്പിച്ചവൻ. ശ്രീകൃഷ്ണ പരമാത്മാവ് ആദിമധ്യാന്തങ്ങളില്ലാത്ത വിശ്വമെല്ലാം നിറഞ്ഞ ചൈതന്യം തന്നെയാണ്. വിശ്വത്തെ വൃന്ദാവനമാക്കിയ വിരാട് രൂപം. എങ്കിലും അമ്മമാരുടെ മനസ്സിലെന്നും അവൻ അവരുടെ അമ്പാടിക്കണ്ണനാണ്. ജയിക്കട്ടെ ശ്രീകൃഷ്ണ ഭഗവാൻ, ജയിക്കട്ടെ ദേവി രാധിക, ജയിക്കട്ടെ ജയിക്കട്ടെ ശ്രീമദ് ഭാഗവത പുണ്യം ജയിച്ചിടട്ടെ. എന്നെന്നും ശ്രീകൃഷ്ണ പ്രേമഭക്തരും. രാധേ കൃഷ്ണ.